ഗുഡ് മോർണിംഗ് റീഷ്മയാണ്. സമയം ഇപ്പം രാവിലെ 5 മണിയായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ് കാസർഗോഡേക്ക്. അതിൻ്റെ വേഷം കെട്ടലും ഒരുക്കമൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 5 മണി 5:15 ഞങ്ങളെല്ലാവരും റെഡിയായി യാത്ര തുടങ്ങി. നല്ല മഞ്ഞായിരുന്നു പുറത്ത് കേട്ടോ. ഇത് പാല് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് കേട്ടോ. കാരണം ഞങ്ങളിവിടെ രാവിലെ ഒരു 5 മണി 5:30 ആ സമയത്താണ് പാലൊക്കെ കൊണ്ടുപോകണം കേട്ടോ. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ റോഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല, അത്ര മഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ എണീറ്റെങ്കിലും വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. ഇപ്പം ഏകദേശം നേരം വെളുത്ത് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു 6:30 ആയാലും നേരം വെളുത്ത് വരുന്നതേ ഉള്ളല്ലേ. അപ്പോൾ ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ പോകുന്നത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ യൂഷ്വലി കഴിക്കുന്ന ഒരു കടയുണ്ട് ഇരുട്ടിയൊക്കെ, ആ പാൽച്ചൂരമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു. യൂഷ്വലി അവിടെ നിന്നാണ് സാധാരണ ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നേരമൊക്കെ എന്താണെങ്കിലും ഇപ്പം നല്ലപോലെ വെളുത്ത് വരുന്നു. വയനാട് ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. ഞങ്ങളൊക്കെ സെറ്റിൽ പോയി ചേർന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചുരമാണ്, നമ്മുടെ പാൽച്ചുരമാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഭക്ഷണം എല്ലാം കഴിച്ചു, നേരെ പിടിച്ചു. ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് കാസർഗോഡ് എത്തണം, അതായിരുന്നു ലക്ഷ്യം കേട്ടോ. ഇത് നമ്മുടെ വളവട്ടണം പുഴയാണ്. അപ്പം ഇവിടെ നമ്മളൊന്ന് വണ്ടിയൊന്ന് നിർത്തി. അപ്പം ഒന്ന് കണ്ടിന്യൂസ് യാത്ര ചെയ്യേണ്ട, നിർത്തി പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വണ്ടിയൊക്കെ നിർത്തി. അപ്പോൾ ഇവിടെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ടിട്ട്. അപ്പോൾ നമുക്കും ഇവിടെ പുഴയുണ്ട്, നമ്മൾ യൂഷ്വലി മീൻ പിടിക്കുന്നൊക്കെയാണ് പുഴയിൽ മഴക്കാലത്തൊക്കെ. പക്ഷേ ഇത് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അവർ പിടിച്ചിരിക്കുന്ന മീനൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. സാധാരണ കാണുന്ന ഒരു മീനല്ല, ഈ ചൂര എന്നൊക്കെ പറയില്ലേ, ചുണ്ടൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു തരം മീനില്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ടൈപ്പ് മീനൊക്കെയായിരുന്നു പുള്ളി പിടിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ പുള്ളി ഞങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് എന്നൊക്കെ പുള്ളി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, കാണിച്ചൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി ലൈവായിട്ട്. ഇപ്പോൾ ഈ ചേട്ടൻ മാത്രമല്ല, ആ ഒരു ലൈനിൽ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ. ഇപ്പോൾ വെളുപ്പിന് സമയം ഒരു 9:30 ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും എന്താണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ നേരെ നോക്കി കാണാൻ പറ്റും, മീനുകളെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പം ഒരു മറ്റേ കൊഞ്ചില്ലേ, കൊഞ്ചല്ല, നമ്മുടെ ചെമ്മീൻ പോലെ ഇരിക്കുന്ന ഒരു മീൻ, ജീവനുള്ള മീൻ തന്നെയാണ്. അവർ അതിനെയാണ് കോർത്തിട്ട് വെള്ളത്തോട്ടിടുന്നത്. കാരണം ചത്ത മീനുകളാണെങ്കിൽ അത് പിടയ്ക്കാതിരിക്കുമല്ലോ. അപ്പോൾ ഇത് പിടയ്ക്കുമ്പോൾ പോലും മീനുകൾ വന്നിട്ട് ഇത് കൊത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ചേട്ടൻ പറഞ്ഞു. എന്താണെങ്കിലും കുറച്ച് നേരം അതെല്ലാം കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ചൂണ്ട അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഈ കൊളുത്തിയിട്ടിട്ട് പുള്ളി അങ്ങനെ നേരെ എറിഞ്ഞു വിടുവാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അത്തേ പോയിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. എന്തായാലും കിട്ടി, പുള്ളിക്ക് കിട്ടി. നമ്മളത് ലൈവായിട്ട് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിന് ശേഷം ഞങ്ങൾ എന്നാൽ പിന്നെ ശരി പോയേക്കാം, ഞാൻ കണ്ടു കഴിഞ്ഞത് മതിയായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പുള്ളിയോടൊക്കെ പറഞ്ഞ്, ഞങ്ങൾ ഇപ്പോൾ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്, ഞങ്ങൾ ഇന്ന പോലെ വയനാട്ടിൽ നിന്ന് വരുന്നതാണ്, ഞങ്ങൾ ഇന്ന പോലെ പോകാമെന്നൊക്കെ പുള്ളിയോട് പറഞ്ഞു കേട്ടോ. അപ്പം കുറേ ആൾക്കാർ അങ്ങനെ മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്ന മീനുകളൊക്കെ ഞങ്ങൾ കണ്ടു. ഇത് ആൾക്കാർ പിടിച്ചേക്കുന്ന മീനാട്ടോ, പിടിച്ച് വെച്ചേക്കുന്ന മീനാണ്. ഏതാ മീനിൻ്റെ പേര് കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ വീണ്ടും അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ യാത്ര തുറന്നു. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് നമ്മൾ ഹോട്ടലെത്തിയത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നു ഒരു കുറച്ച് ലേറ്റായിട്ട് നിങ്ങൾ എത്തിയാൽ മതി. നമുക്ക് സാധാരണ 2 മണിക്കാണ് റൂം തരേണ്ടത്. പക്ഷേ അവിടെ എത്തിയപ്പം ഞങ്ങളോട് പറഞ്ഞു കുറച്ചും കൂടി ഡിലേ ആയിട്ട് നിങ്ങൾ എത്തിയാൽ മതി, റൂം അപ്പോഴത്തേക്ക് വെക്കേറ്റ് ചെയ്യുന്ന കല്യാണ പാർട്ടി സംതിങ് എന്തോ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അവിടെ എത്തിയത് കേട്ടോ. അടിപൊളി ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹോട്ടലല്ല, റിസോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മലബാർ ഓഷ്യൻ റിസോർട്ട് അതായിരുന്നു കേട്ടോ. നമ്മുടെ കാസർഗോഡ് നീലാശ്വൻ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ ഭംഗിയെന്നറിയുമോ അത് കാണാനായിട്ട്. ഒരു പഴയ ട്രഡീഷണൽ മോഡലുള്ളൊരു റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. പഴയ ട്രഡീഷണൽ മോഡലുള്ളൊരു ഏരിയ ആയിരുന്നു, ഈ നടുമുറ്റവും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ ഈ സ്പാം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ കിഴി അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. എനിക്കാണെങ്കിൽ അവിടുന്ന് ക്യാമറ മാറ്റാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, നമുക്ക് വീഡിയോസ് എടുത്തിട്ട് തീരുന്നില്ലായിരുന്നു, അത്രയും ഭംഗിയിലായിരുന്നു അവരെല്ലാം ഇത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പം അത് ഭയങ്കര ഭംഗിയായിട്ട്, അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ അവിടെ കയറുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലും ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം അവിടുത്തെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കി. എന്നിട്ട് നമുക്ക് അവിടുന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു കേട്ടോ. അത് നല്ല, കാരണം ഈ ചൂടത്ത് വന്നതുകൊണ്ട് കാലാവസ്ഥ എൻ്ററി ഡിഫറെൻ്റ് ആയിരുന്നു. വയനാട് നല്ല തണുപ്പാണെങ്കിൽ കാസർഗോഡ് നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതെല്ലാം കുടിച്ചു, നല്ലൊരു റിഫ്രഷൊക്കെ ആയി. അതിനുശേഷം അധികം വൈകാതെ നമ്മൾ റൂമിലോട്ട് പോവുകയും ചെയ്തു കേട്ടോ. ഇപ്പം നമുക്ക് ആകെ ഒരു റൂമായിരുന്നു, നമുക്ക് 3 റൂം വേണമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു റൂമാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിപ്പോൾ എന്തായാലും ആ റൂമിൽ വെയിറ്റ് ചെയ്യൂ, അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ മറ്റേ 2 റൂംസും കൂടെ തരാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ട് എന്തോ കല്യാണ പാർട്ടി എന്തോ ഉള്ളതുകൊണ്ട്, അത്രയും പേരുള്ളത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ചെക്കൗട്ട് അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. എന്തായാലും നമുക്ക് അവരൊരു റൂം എന്തായാലും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തന്നു.
ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മളൊരു എന്താ ആർട്ടിഫിഷ്യലായിട്ട് അവരുണ്ടാക്കി വെച്ചേക്കുന്നതാണെങ്കിൽ കൂടി നല്ല നീറ്റായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. ഫുൾ മരങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എല്ലാം ഈ വേസ്റ്റ് ഇടുന്ന ആ കൊട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഈ ഇല്ലി മുളയില്ല അതൊക്കെ വെച്ചിട്ടുള്ള രീതിക്കുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം ഈ മരത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഫുള്ളെല്ലാം പുല്ലൊക്കെ ലോണിലൊക്കെ പിടിപ്പിച്ചിട്ട് അടിപൊളിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി ഇതിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് നമ്മുടെ ആ റിസപ്ഷനിൽ ഒരു ചേച്ചിയും ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ കുറേ ലഗേജ് നമുക്കുണ്ടായിരുന്നു. കാരണം ഒരു 10 അംഗം ഏകദേശം ഒരു കുടുംബം, 3 കുടുംബമായിരുന്നു ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് നമ്മളുടെ റൂം. ഈ റൂമും ഇതിൻ്റെ അപ്പുറത്തെ റൂമും പിന്നെ ഇതിൻ്റെ മേലെ അങ്ങനെയായിരുന്നു നമുക്ക് റൂംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ നമുക്ക് റൂം കിട്ടാൻ കുറച്ച് ഡിലേ ആയത് ഈ കാരണം കൊണ്ടാണ് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ റൂം. അടിപൊളി റൂമായിരുന്നു, അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു റൂമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വ്യൂ ആയിരുന്നു. ആ കർട്ടൻ അങ്ങ് മാറ്റിയാൽ നമ്മൾ നേരെ കാണുന്നത് ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുറന്ന് കഴിയുമ്പോൾ തന്നെ ഒരു നല്ല കാറ്റ് വരും. പക്ഷേ എന്നാൽ കടലിൻ്റെ ആ ഒരു ഉപ്പുരസം അങ്ങനത്തെ ഒന്നുമല്ല, അല്ലാണ്ട് നല്ല കാറ്റ് വരുമായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് സന്തോഷമായി, കാരണം ഒരു വിശാലമായ ഒരു ഏരിയ ആയിരുന്നു കളിക്കാനും എല്ലാത്തിനുമായിട്ട്. എന്താ പറയുക, നമ്മൾ ചെളിയാവല്ലേ അങ്ങനെയൊന്നും പറയേണ്ട ഒരു കേസില്ല, കാരണം ആ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നീറ്റായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു, നേരെ ബീച്ച് ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ ഡാഡി മമ്മിയൊക്കെ ആണെങ്കിലും ഒന്ന് മടുത്തൊന്നും ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ എന്നുള്ള രീതിക്കായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ പിള്ളേർക്ക് അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പോകാം, ബീച്ചിൽ പോകാം എന്ന് പറഞ്ഞായിരുന്നു പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടായി ചേച്ചിയൊക്കെ അവരെയും കൂട്ടി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ബീച്ചിലോട്ട് പോയി കുറേ അവിടെയൊക്കെ കളിച്ചു. അപ്പോൾ നമ്മൾ വന്ന ആ ഡ്രസ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഓടിപ്പോയി ബീച്ചിലോട്ട് നമ്മൾ വന്നതാണ്. നമ്മൾ വയനാട്ടിൽ അങ്ങനെ ബീച്ച് ഇല്ലാത്തത് കൊണ്ട് എന്താണെങ്കിലും കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലൊക്കെ ആടി, പിള്ളേരാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഇതിലേക്ക് ഒന്ന് ഓടി എല്ലാം കളിച്ചു. നല്ല ടയേർഡാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി നേരെ നമ്മൾ പൂളിലോട്ടാണ് പോയത് കേട്ടോ. പൂള് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു പൂള്, ഒരു എന്താ പറയുക, ഫുള്ള് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല പൂളായിരുന്നു ഉണ്ടായിരുന്നത്. അത് നല്ല വൃത്തിയിലുള്ള പൂളായിരുന്നു കേട്ടോ. അപ്പം പിള്ളേർക്കുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ആഴം കുറഞ്ഞ് വന്ന് ആ എൻഡിലോട്ട് എത്തുമ്പോൾ അത്യാവശ്യം നല്ല ആഴം ഉണ്ടാകും. അപ്പോൾ എന്താണെങ്കിൽ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലും കറങ്ങി നേരെ റൂമിലോട്ട് പോയേ. കുളിയെല്ലാം കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ മേലത്തെ റൂമിലാണുള്ളത്. ഡാഡി മമ്മി ചേച്ചി ചേട്ടയൊക്കെ താഴെയാണുള്ളത്. അപ്പം അവരെല്ലാവരും ബീച്ചിലെയും പൂളിലൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രഷായി, ഇനി നമുക്ക് താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പം ഫുഡ് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇൻക്ലൂഡുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. പിള്ളേർക്കൊക്കെ നേര് പറഞ്ഞാൽ ബീച്ചിൽ നിന്ന് പോകാനേ തോന്നില്ല. അവസാനം നമ്മൾ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഒരു പരുവാക്കിയ ചേച്ചി എടുത്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടുന്ന് കഴിക്കാമെന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട നമുക്ക് പുറത്ത് പോയി തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. ഇവരുടെ തന്നെ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻ്റ് ആയിരുന്നു തോന്നുന്നു. അത് ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ വില്ലേജ് കഫേ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലോട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി ഒക്കെ പാർക്ക് ചെയ്തു, നേരെ ഹോട്ടലിലോട്ട് കയറി. വലിയ തിരക്കൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ഒരു തിരക്കുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾക്ക് കാര്യമായി വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം 2 മണിക്ക് ആയപ്പോഴാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. പിന്നെ ബീച്ചിലൊക്കെ ചാടിയെങ്കിലും അങ്ങനെ അവിടുന്ന് നമുക്ക് സ്നാക്സൊക്കെ തന്നായിരുന്നു കേട്ടോ. ചായയും സ്നാക്സൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കാര്യമായ വിശപ്പ് ഞങ്ങൾക്ക് ഉണ്ടായില്ല. പിന്നെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുറത്താണ്, കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല പ്രശ്നമില്ല നമുക്ക് പോകാം, അല്ല അവിടെ മതി എന്ന് പറഞ്ഞപ്പം പുള്ളി നമുക്ക് പുറത്താണ് കേട്ടോ അത് അറേഞ്ച് ചെയ്ത് തന്നത്. അതും അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഹോട്ടലായിരുന്നു എനിക്ക് പറയാം. നല്ല വലുപ്പമുള്ള ഹോട്ടലാണ്, പക്ഷേ എല്ലാത്തും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു 10 പേരോളം ഉണ്ടായിരുന്നു പിള്ളേരടക്കം. അപ്പോൾ എത്രയും പേർക്ക് ഒരുമിച്ചിരിക്കണമെങ്കിൽ 2 ടേബിളൊക്കെ അടുപ്പിച്ച് ഇട്ടിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരെ നമുക്ക് ഓർഗനൈസ് ചെയ്തു. നമ്മൾ സൂപ്പും പിന്നെ പാസ്ത അങ്ങനെ എന്തൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യമായി വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനാകെ ഒരു സൂപ്പും പിന്നെ ഒരു ജ്യൂസോ എന്തോ ആണ് ഞാൻ കഴിച്ചത് കേട്ടോ. പിന്നെ അത്രയും ഉണ്ട്, കാരണം വിശപ്പേ ഇല്ലായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും അവിടുത്തെ ഭക്ഷണം അതും അടിപൊളി ഭക്ഷണമായിരുന്നു, പറയാതിരിക്കുക. സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു ഏരിയയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് നേരെ ഞങ്ങൾ റൂമിലോട്ട് പോന്നു. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. എനിക്ക് തുടക്കത്തിൽ കാണിക്കാൻ പറ്റില്ല. സെയിം താഴത്തെ റൂം പോലെ തന്നെയാണ്, നമ്മൾ മേലത്തെ നിലയിലാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഇവിടുത്തെ വീഡിയോ ഇപ്പോൾ ഞാൻ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പാർട്ട് 1 അങ്ങനെ ആയിട്ട് ഇടാം, കാരണം അല്ലെ ഒത്തിരി ലെങ്തി ആയിട്ട് പോകും. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.